കോതമംഗലം മാർ അത്തനേഷ്യസ് കോളേജിലെ വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ പ്രതിഷേധം ശക്തമാണ്. ഇന്നും വിദ്യാർത്ഥികൾ കോളേജിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. കോളേജ് സെക്രട്ടറി ഡോക്ടർ ബിന്നി വർഗീസിന്റെ വാഹനം വിദ്യാർത്ഥികൾ തടഞ്ഞത് സംഘർഷത്തിന് ഇടയാക്കി. മാനേജ്മെന്റ് നൽകിയ ഉറപ്പിൽ തൃപ്തരല്ല എന്നും കോളേജ് ഔദ്യോഗിക രേഖയായി തീരുമാനം അറിയിക്കണം എന്നുമാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം. കോതമംഗലം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ മാനേജ്മെന്റ് പ്രതിനിധികളും വിദ്യാർത്ഥി പ്രതിനിധികളുമായി ചർച്ച നടത്തി. ആജ്ഞ രവീന്ദ്രൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നുണ്ട്. ആജ്ഞ, ഈ ചർച്ച ഇപ്പോഴും തുടരുന്ന പശ്ചാത്തലമാണോ? ഏതെങ്കിലും തരത്തിലുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നില്ല എന്നതാണോ സാഹചര്യം? അഭിലാഷ്, ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള ചർച്ച ഇപ്പോഴും തുടരുകയാണ്. കോതമംഗലം കോളേജ് MA കോളേജ് മാനേജ്മെന്റ് പ്രതിനിധികളും പ്രിൻസിപ്പലും വിദ്യാർത്ഥി പ്രതിനിധികളായ 20 പേരുമാണ് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വിദ്യാർത്ഥികൾ മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചുവെന്ന് കോളേജ് സർക്കുലർ ഇറക്കിയെങ്കിൽ പോലും അവർക്ക് മുന്നോട്ടുള്ള ആശങ്ക എന്ന് പറയുന്നത് കൃത്യമായി അവർ മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും ഈ മരിച്ച കുട്ടിയുടെ മരണാനന്തര ചടങ്ങുകൾ അതല്ലെങ്കിൽ അതിന് നഷ്ടപരിഹാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെ കോളേജ് മാനേജ്മെന്റ് വ്യക്തമാക്കുന്നില്ല. അത്തരം ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൽ അതിന് ആൻസർ ചെയ്യാതെ കയറി പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. അതായത് അതിനോട് പ്രതികരിക്കാതെ തന്നെ അദ്ദേഹം തിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം. ഇത്തരത്തിൽ ഒരു പ്രതിഷേധം കൂടിയാണ്, വലിയൊരു പ്രതിഷേധം കൂടിയാണ് ഇപ്പോൾ കോതമംഗലം കോളേജിന്റെ അകത്തളങ്ങളിൽ ഉള്ളത് എന്ന് വേണം പറയാൻ. വിദ്യാർത്ഥികൾ അവിടെ തടിച്ചുകൂടിയിട്ടുണ്ട്. തീരുമാനമാകാതെ അവരതിൽ നിന്ന് പിന്തിരിയില്ല എന്നുള്ള ഇതിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം റോജിയം ജോണിന്റെ നേതൃത്വത്തിൽ ജോണിനോട് മാനേജ്മെന്റ് അറിയിച്ചിരുന്നതനുസരിച്ച് നേരത്തെ വിദ്യാർത്ഥികൾക്ക് ഈ പരീക്ഷയ്ക്ക് പരീക്ഷയ്ക്ക് 6000 രൂപയായിരുന്നു ഒരു വിഷയത്തിന് ഈടാക്കിയിരുന്നത്. അത് 1000 രൂപയാക്കി ചുരുക്കിയിട്ടുണ്ട് എന്ന് മാനേജ്മെന്റ് അറിയിച്ചിട്ടുണ്ട്. ഈ പല കുട്ടികളും ക്രെഡിറ്റ് സ്കോർ, അതായത് 18 ഈ ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ താഴെയുള്ള എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ക്രെഡിറ്റ് സ്കോർ 18, പക്ഷേ ഈ കോളേജിൽ മാത്രം 22. ഈ 22 എന്ന് പറയുന്ന ക്രെഡിറ്റ് സ്കോർ മറികടക്കാൻ പല കുട്ടികൾക്കും കഴിയാതെ ഇയർ ഔട്ട് ആകുന്ന 5ാം സെമിസ്റ്ററിൽ ഇയർ ഔട്ട് ആവുന്ന സാഹചര്യമുണ്ട്. അത്തരം സാഹചര്യത്തിൽ 20-ലധികം കുട്ടികളാണ് എത്തിയിട്ടുള്ളത്. ഈ മിർച്ചി ഉൾപ്പെടെയുള്ള കുട്ടികൾക്ക് ഈ പ്രശ്നങ്ങൾ അവർ നിരന്തരം ഇത് നേരിടുന്നുണ്ട്. ഇതിൻ്റെ മാനസിക സമ്മർദ്ദമുണ്ട്. മിർച്ചി മർപ്പുവിൻ്റെ ഫാമിലി ഇതുമായി ബന്ധപ്പെട്ട് വളരെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ഫാമിലിയാണ്. അതുകൊണ്ട് തന്നെ ഈ 6000 രൂപ ഒരു പേപ്പറിന് എന്നുള്ള നിലയിൽ നിരവധി പേപ്പറുകൾ ക്ലിയർ ചെയ്യാനുള്ള കുട്ടികളെ സംബന്ധിച്ച് വലിയ സാമ്പത്തിക ബാധ്യതയായി മാറുന്ന സാഹചര്യമുണ്ട്. അത്തരം മാനസിക സമ്മർദ്ദമാണ് മിർച്ചി മർപ്പുവിനെ മരണത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാരണമായി ചൂണ്ടിക്കാണിക്കുന്നത്. അത്തരം ആശങ്ക അവൻ മറ്റു കുട്ടികളോട് ഷെയർ ചെയ്തിട്ടുമുണ്ട്, മറ്റു സഹപാഠികളോട് ഷെയർ ചെയ്തിട്ടുമുണ്ട്. ഈ കുട്ടിയുടെ മൃതദേഹം അവരുടെ അരുണാചൽ പ്രദേശിലേക്ക് കൊണ്ടുപോയെങ്കിൽ കുട്ടിക്ക് വേണ്ട നഷ്ടപരിഹാരം നൽകണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ആവശ്യം കോളേജിൽ നിന്ന്. മാത്രമല്ല, ഈ സമരത്തിൽ പങ്കെടുത്ത വിദ്യാർത്ഥികൾക്കെതിരെ പ്രതികാര നടപടികൾ ഉണ്ടാകില്ല എന്ന് പ്രിൻസിപ്പൽ ഉറപ്പ് നൽകണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണോ ഇപ്പോൾ പ്രതിഷേധം നടക്കുന്നത്. ഇത്തരം ചില കാര്യങ്ങൾ, അതായത് കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്തും. ഈ പേപ്പറിനുള്ള ഫീസ് കുറയ്ക്കും. അത്തരം ഈ സെമസ്റ്റർ നഷ്ടപ്പെട്ടുള്ള 1, 2, 3, 4 സെമസ്റ്റർ ക്ലിയർ ചെയ്യാത്ത കുട്ടികൾക്ക് 5ാം സെമസ്റ്റർക്ക് ക്ലാസ്സിൽ ഇരിക്കാം തുടങ്ങിയ കാര്യങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഇവരുടെ വിദ്യാർത്ഥി സംഘടനകളുടെ പ്രതിനിധികളുമായിട്ട് ഇടയ്ക്കിടെ ചർച്ച നടത്താം, വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ അറിയാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആയിരുന്നു മാനേജ്മെന്റ് മുന്നോട്ട് വെച്ചിരുന്നത്. അവർ അതുമായി ബന്ധപ്പെട്ട സർക്കുലർ ഇറക്കുകയും ചെയ്തു. പക്ഷേ വിദ്യാർത്ഥികൾ ഇപ്പോഴും തങ്ങൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ അംഗീകരിച്ചില്ല എന്നുള്ള നിലപാടിൽ തന്നെയാണ് ഈ പ്രതിഷേധം തുടരുന്നുണ്ട്. അതിന് പ്രതിഷേധത്തിന് അവസാനമായില്ല. എന്തായാലും ഈ കോതമംഗലം ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലാണ് ഈ കോതമംഗലം കോളേജിൽ മാനേജ്മെന്റിന്റെ പ്രതിനിധികളും പ്രിൻസിപ്പലും വിദ്യാർത്ഥി പ്രതിനിധികളും അടങ്ങുന്ന സംഘം ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുന്നത്. അഭിലാഷ്, വിശദാംശങ്ങളാണ് ആജ്ഞ രവീന്ദ്രൻ നൽകിയത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.